നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? ഞാനൊരു ഇലസ്ട്രേഷൻ പറയാം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഒത്തിരി പൈശാചിക പീഡകള് പലയിടങ്ങളിൽ പല രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പല രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. അത് ശരീരത്തിന്റെ ക്ഷീണമാവാം, മനസ്സ് ചില സമയത്ത് മടുപ്പിക്കുന്നതാവാം, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ ബ്ലോക്ക് ഉണ്ടാക്കുന്നതാവാം. പല രീതിയിൽ സാധാരണ നമ്മളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ കെട്ടിയിടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഇങ്ങനെ ഒരു ഇലസ്ട്രേഷൻ പറയാം. ഈ പിശാചിനെ എല്ലാം വിവിധ തരത്തിലുള്ള ഡേർട്ടി ക്രീച്ചേഴ്സ് ആയിട്ട് കാണുക. അതായത് ഇവിടുന്ന് ഒരു പാമ്പ് വരുന്നു, ഇവിടുന്ന് ഒരു പഴുതാര വരുന്നു, ഇവിടുന്ന് ഒരു പല്ലി വരുന്നു. ഇതൊന്നും ഡേർട്ടി ക്രീച്ചറാന്ന് ഞാൻ പറയുന്നതാണ്. ജന്തു സ്നേഹികൾ എന്നെ എതിർക്കരുത്. ഞാനൊരു ഇലസ്ട്രേഷൻ പറയുകയാണ്. ഇനി ഇവിടുന്ന് ഒരു പന്നി കയറി വരുന്നു, ഇവിടുന്ന് ഒരു കുരങ്ങൻ കയറി വരുന്നു, ഇവിടുന്ന് ഒരു പാമ്പ് കയറി വരുന്നു. അപ്പൊ ഞാൻ ഇതെല്ലാം പിശാചാന്ന് വിചാരിക്കാം, ഇതെല്ലാം ഓരോ ദുരാത്മാക്കളാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാനൊരു ദൈവ മനുഷ്യനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കുറെ പ്രാർത്ഥന ചൊല്ലി ഈ പാമ്പിനെ ഓടിച്ചു. പിന്നെ വേറെ കുറെ പ്രാർത്ഥന ചൊല്ലി ഈ പാമ്പിനെ ഓടിച്ചു. വേറെ കുറെ പ്രാർത്ഥന ചൊല്ലി ഈ പാമ്പിനെ ഓടിച്ചു. വേറെ ചൊല്ലി ഇവിടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്ക് ജീവിക്കാൻ സമയം കിട്ടുമോ? കാരണം ഈ പോയ ഒഴിവിലേക്ക് അടുത്ത പിശാച് 7 എണ്ണത്തെയും കൊണ്ട് വന്നിരിക്കും. എളുപ്പം എന്താ? എളുപ്പം ഒരു തീ മേളിൽ നിന്നിറങ്ങിയാൽ ഈ കാട്ടുതീയിൽ ഈ പാമ്പും ചാവും, പല്ലിയും ചാവും, പഴുതാരയും ചാവും, തേളും ചാവും, പന്നിയും ചാവും. എല്ലാ ഡേർട്ടി ക്രീച്ചേഴ്സും ഒറ്റയടിക്ക് ചാവാൻ ഒരു തീ ഇറങ്ങിയാ മതി. ഒരു തീ ഇറങ്ങിയാ മതി. അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി പിശാചിനെ നേരിടുന്നതിന് പകരം നിന്റെ മേൽ ഒരു തീ ഇറങ്ങിയാൽ ഇത് മുഴുവൻ ഒറ്റയടിക്ക് പോവും. ഒറ്റയടിക്ക്. അതുകൊണ്ട് പിശാചിനെ നേരിടാനുള്ള എളുപ്പവഴി പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതാണ്.